ഹാപ്പി 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 പറഞ്ഞോളൂ. ഇല്ല, എനിക്ക് വേണ്ടത് വേറെ ഒരു എക്സ്പ്രഷനോട് ആവശ്യമില്ല. നിങ്ങൾ HAPPY അല്ലെങ്കിൽ ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി എന്ന് പറയണം. ഐ ആം ഹാപ്പി. നോക്കട്ടെ ഇവിടെ ആരൊക്കെ ഹാപ്പി അല്ല. ഐ ആം ഹാപ്പി. യെസ്, അങ്ങനെ തന്നെ. ഐ ആം ഹാപ്പി. ഞാൻ സന്തോഷവാനാണ്, ഞാൻ സന്തോഷവാനാണ്. ഐ ആം ഹാപ്പി. കമാൺ, ദിസ് ഇസ് റിപ്പീറ്റഡ് അഫർമേഷൻ ഓഫ് ലൈക്ക് 100 ടൈംസ് ഇൻ എ ഡേ. ഒരു കഴിവില്ലാതെ ചെയ്യേണ്ട വണ്ടർഫുൾ ഡേ ആണ്. യെസ്, കമോൺ 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 എല്ലാവരും. താങ്ക് യു താങ്ക് യു താങ്ക് യു ആൾ. ഐ ആം ഓൾസോ ഹാപ്പി, വെരി വെരി ഹാപ്പി. എന്തിനാണ് നിങ്ങൾ ഇത്രയും ആൾക്കാരെ ഇവിടെ കാണാൻ സാധിച്ചതിന്, ഇത്രയും ആൾക്കാർ വൈകിട്ട് ഇവിടെ വന്നിരിക്കുന്നതിന്. ഇതുപോലെ ആൾക്കാർ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലൊക്കെ വണ്ടർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അമേസിങ് ആൾക്കാരാണ് അവിടെയൊക്കെ വന്നിരിക്കുന്നത്. അവരൊക്കെ ജോയിൻ ചെയ്ത് കാണുമ്പോൾ എനിക്ക് തന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ഞാൻ മാറ്റി. കാരണം ഇനി ഇത്രയും സാധനം കൂടി ഞാൻ പഠിക്കണം, നിങ്ങളോട് പറയണം. അതുപോലെ ആൾക്കാരാണ് എൻ്റെ കൂടെയുള്ളത്. ഞാൻ ഇതുവരെ ചെയ്തതൊന്നും പോരാന്ന് തീരുമാനിച്ച് ഞാനൊന്ന് ലൈബ്രറി അപ്ഡേറ്റ് ചെയ്തു. ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? എങ്ങനെ തോന്നുന്നു? എങ്ങനെയുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാവ് തോന്നുന്നവർ പറഞ്ഞ വാവ്, WOY, WOW, വാവ് 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 പറയുന്നവർ പറയും വാവ്. അല്ലേ? ഇത് നമുക്ക് എന്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം, പക്ഷെ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അല്ലേ? ഇതാണ് ഇത് സെറ്റ് ചെയ്തത്. കാരണം ഇനി ഞാൻ കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ക്ലാസ്സിൽ വരുന്നവരൊക്കെ എന്നെക്കാളും ബ്രില്യൻസും എന്നെക്കാളും, ഞാൻ ബ്രില്യൻ്റ് ഒന്നും അല്ല കേട്ടോ, ഞാൻ ബ്രില്യൻ്റ് ഒന്നും അല്ല, എന്നെക്കാളും ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, കുറച്ചും കൂടി അറിവുകൾ നേടി വെക്കണം. അറിവുകളല്ല, വിസ്ഡം കുറച്ചും കൂടി വേണം എന്നൊക്കെ വിചാരിക്കട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ തരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ, വേറൊന്നുമല്ല. എൻ്റെ ലൈബ്രറി നോർമൽ തന്നെയാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷന് വേണ്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്യാം. ഞാൻ ഓപ്ഷൻ തരാം. നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അൺമ്യൂട്ടിന് ഓപ്ഷൻ തരാം. ശബ്ദം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് മ്യൂട്ട് ചെയ്തിട്ട് ഹാൻഡ് റൈസ്. ആർക്കും ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാനുള്ളവർ വരൂ. എല്ലാവർക്കും ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ദിവസവും ഗുഡ് ന്യൂസ് ഉണ്ടാവണം. നോ, നമുക്ക് എല്ലാവർക്കും ഗുഡ് ന്യൂസ് ഉണ്ടാവണം. അത് കേൾക്കാൻ ഞാൻ ഇങ്ങനെ 30 കേൾവികളുമായി ഇവിടെ നിൽക്കുന്നു. ഒന്നും രണ്ടും അല്ല കേട്ടോ, അതിങ്ങനെ കേൾക്കാൻ ഞാൻ നിങ്ങൾ കൊതിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ ചെറിയ മാറ്റം എന്ന് പറഞ്ഞാലും, ഞാൻ ഇന്ന് പോകുന്ന വഴിക്ക് ഒരു പൂവിനെ കണ്ടു. അപ്പോൾ ഞാൻ ആ പൂവിനെ നോക്കി മന്ദഹസിച്ചു. എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല, സന്തോഷം വന്നു എന്നുള്ള ചേഞ്ചസ് എങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ആ മുഖത്തെ ഒരു പുഞ്ചിരി അങ്ങ് ഒന്ന് വിടർന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇന്ന് നേരത്തെ നമ്മുടെ ഡോക്ടർ അവിടെ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. കാരണം എന്താണെന്നറിയോ, ഡോക്ടർ ചിരിക്കാൻ തുടങ്ങി. ആ ചിരിയിലൂടെ മറ്റുള്ളവർ എന്നിൽ മാറ്റം വരുത്തി എന്ന് പറയുന്നത് ഒരു അമേസിങ് ചേഞ്ചസ് ആണ്. അത് ശ്രദ്ധിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഹാൻഡ് മ്യൂട്ട് ചെയ്യുന്നു. നോ, ഒരു മിനിറ്റ്. സത്യനാഥൻ പള്ളിക്കാട്, ഇല്ല, ഞാനൊന്നും പ്രയത്നിക്കുന്നില്ല. ഞാൻ വെറുതെ ഇവിടെ വന്നിരിക്കുന്നേ ഉള്ളൂ. ഏതോ ഒരു ശക്തി എനിക്ക് തരുന്നത് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നു മാത്രം. എൻ്റെ കയ്യിൽ ഒരു സംഭവം ഇന്ന് ഞാനൊരു പെണ്ണ് എടുത്തു വെച്ചിട്ടുണ്ട്, ചില ആളുടെ പേര് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. വേറൊന്നും എൻ്റെ കയ്യിലില്ല. ബാക്കിയെല്ലാം ദൈവം എന്താ പറയുക, സർവീസ് എന്ന് തരുന്നു പറയുന്നു. ആമസോണിൽ ബുക്ക് ഓർഡർ ചെയ്യേണ്ട, ആമസോണിൽ നിന്ന് ബുക്ക് ഷെൽഫ് ഓർഡർ ചെയ്ത് ഓക്കെ ചെയ്തോ, വെരി ഗുഡ്, ചെയ്ത് വെക്കണം. ആമസോൺ ബുക്ക് ഷെൽഫും ബുക്കും തന്നെ ഓർഡർ ചെയ്തോളൂ. ആമസോണിൽ ഇഷ്ടം പോലെ ബുക്ക് ഉണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. The things that make me and happiest is a good collection of books. Really impressed. Okay, thank you very much, Helen. That's one. 2 days I meditation ചെയ്യുന്നു, മനസ്സിന് സംതൃപ്തി തോന്നുന്നു. വെരി ഗുഡ് ധനു, ദാറ്റ് ഈസ് വെരി ഗുഡ്. ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, ഇന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. വാട്ട് ഈസ് ഇറ്റ് മീനിങ് ദാറ്റ്? ഇപ്പോൾ ക്ലാസ്സിൽ കയറിയിട്ടല്ലേ നിങ്ങൾ പറ്റിയില്ലെന്ന് പറയണേ? എഗെയിൻ യു ആർ സെയിങ് ദ സെയിം തിങ്. ഇന്നലെ പറഞ്ഞതേ പോയിന്റ് അല്ലേ? നിങ്ങൾ ഇവിടെ കയറി എന്നിട്ട് പറയാണ് എനിക്ക് പറ്റിയില്ലെന്ന്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്? അതല്ലല്ലോ പറയാൻ ഉദ്ദേശിച്ച വേറെ എന്താണ്, പറയുന്നത് വേറെ. യെസ്, ചിരിച്ചു. വെരി ഗുഡ് വെരി ഗുഡ്. സ്നേഹ, വെരി ഗുഡ്. നമുക്ക് എന്തോ നമ്മുടെ ശില്പ പറയാൻ വന്നിരിക്കുന്നു. എന്തായാലും ഇന്നൊരു മാനിഫെസ്റ്റേഷൻ കൂടിയായിരിക്കും ശില്പയുടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും 50 ലക്ഷത്തിൻ്റെ ആവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. 50 ലക്ഷത്തിൻ്റെ ആവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശില്പ അൺമ്യൂട്ട് ചെയ്തോ? യെസ്. സാറേ, ഇന്ന് മാനിഫെസ്റ്റേഷൻ മണിയല്ല, ഒരു റിലേഷൻഷിപ്പാണ്. ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്ലി ഓഫീസിൽ തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. എനിക്ക് എന്റെ സഹോദരിയെ പോലെ തന്നെയായിരുന്നു. പക്ഷെ ചെറിയ എന്തൊക്കെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട്
ഞങ്ങൾ ഒരു 2-3 വൺ വർഷമായിട്ട്. സെക്കൻഡ്, സോറി ടു ഇന്ററപ്റ്റ്, 1 സെക്കൻഡ്. ഇപ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പന്റ് നമ്പർ നോക്കൂ, നിങ്ങൾ 111 കാണും. ആർക്കൊക്കെയാണ് 111 വേണ്ടത്? പെട്ടെന്ന് നോക്കിക്കോ, പാർട്ടിസിപ്പേഷനിൽ 111 കാണും. വെരി ഗുഡ്, കണ്ടിന്യൂ. അപ്പോൾ ചെറിയൊരു, പക്ഷെ ഞാനത് കഴിഞ്ഞ ദിവസം സാർ നമ്മൾക്ക് സാർ പറഞ്ഞല്ലോ മാജിക് വേർഡ്സ്, സോറിയും താങ്ക് യു ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടടുത്ത് നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഇന്നലെ വൈകുന്നേരം വീട് ഇരുന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓർത്തു, വെറുതെ ഞാനായിട്ട് ഇനി എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നമാണ് അവൾക്ക് എന്നെ കുറിച്ച് ഉള്ളതെങ്കിൽ അത് ഞാനൊന്ന് സംസാരിച്ചാൽ തീരും. ഞങ്ങൾ നേരെ കണ്ട മിണ്ടില്ല, അപ്പുറം ഇപ്പുറം ഓഫീസാ, എന്നാലും നേരെ കണ്ടാലും മിണ്ടൂലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഇന്ന് അവർക്കും ഞങ്ങൾക്കും ഓണ സെലിബ്രേഷൻ ആയിരുന്നു ഇന്നത്തെ ദിവസം. അപ്പം ഇന്ന് രാവിലെ പുള്ളിക്കാരി ഒരു സാരി, സെറ്റ് സാരിയിലാണ് വന്നത്. ഞാൻ ആദ്യം അങ്ങോട്ട് നോക്കി, ഞാൻ ഇങ്ങനെ കുറച്ചു നേരം മുഖത്തേക്ക് നോക്കി, ഇപ്പൊ എന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചു, അവളുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നല്ല ഗുഡ്, സൂപ്പറാണ്, കാണാൻ നല്ല രസമുണ്ട്, നല്ല സൂപ്പറാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ഞാൻ ഇങ്ങോട്ട് നടന്നു പോന്നു. തിരിച്ച് ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ട് എന്റെ കയ്യിൽ പിടിച്ചു. കുറച്ചു നേരം ഞങ്ങൾ കരഞ്ഞു, ഞങ്ങളുടെ പടക്കമൊക്കെ ഹീലായി. ആ ലാൻഡിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ കരഞ്ഞു, ഞങ്ങൾ ശരിയായി. ബാക്കി ലാൻഡിംഗ് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു വെരി മച്ച്, വെരി ഗുഡ് ശില്പ. ദിസ് ഇസ് സംതിങ്. സി, ഇതെല്ലാം നമ്മൾക്ക് ഓരോ പാഠങ്ങളാണ്. അത് വളരെ എന്താ പറയാ, ഇങ്ങനെയാണ് സൗഹൃദങ്ങളെ, ബന്ധങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അത് ഉണ്ടാകുക തന്നെ വേണം. ഇനി എനിക്ക് വേറൊരാളെയും കൂടി ലൈനിൽ എടുക്കാനുണ്ട്. നമ്മുടെ ഷീലമ്മയെ ഒന്ന് ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ. ഷീലമ്മയെ ഞാൻ ഒരു മിനിറ്റ് ഷീലമ്മ, ഒരു മിനിറ്റ്. ഓക്കെ, പറഞ്ഞേ, ആ വിശേഷം ഒന്ന് പറഞ്ഞേ. നാളെ നമ്മളൊരു സർപ്രൈസ് തരാൻ നിൽക്കുകയായിരുന്നു. എന്ന് നിങ്ങൾ പറ, എന്താ പറയാനുള്ളത്? മ്യൂട്ട്. സോറി, അവിടെ ഇപ്പോട്ടെ പ്രസ് ചെയ്യും, അൺമ്യൂട്ട്. ഓക്കെ സാർ. ഗുഡ് ഈവനിങ് സാർ. ആദ്യമേ തന്നെ സാറിന് നന്ദി പറയുന്നു. കാര്യം ഞാൻ സാറിന്റെ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അതുവരെ ഞാൻ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഒരു ഇൻഷുറൻസ് വർക്കും നടക്കാതെ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ബൈ ചാൻസിൽ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. സാറിന്റെ മെഡിറ്റേഷനും മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ്. അപ്പം സാറിന്റെ ഈ 9 മണിയുടെ ക്ലാസ് ഞാൻ എല്ലാ ദിവസവും അതിൽ ജോയിൻ ചെയ്ത് കാണാറുണ്ട്. അപ്പോഴേ ഈ മാസം എനിക്ക് അവിടെ ഓഫീസിൽ ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഓണപ്പുടവ. അതില് ഒരു വർക്ക് കൊടുക്കണം. അപ്പൊ അത് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ള, നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ എനിക്ക് അത് തന്നു. അങ്ങനെ എനിക്ക് ആ കോൺടെസ്റ്റിൽ വിജയിക്കാൻ പറ്റി. താങ്ക് യു സർ. പിന്നെ വണ്ടർഫുൾ. എത്ര പേർക്ക് അത് ഇഷ്ടപ്പെട്ടു? എങ്കിൽ കയ്യിലിരിക്കുന്ന ആ സാധനം പ്രസ് ചെയ്തോളൂ. എന്താണ്? ഒരു ചുവന്ന ബട്ടൺ. ലവ് 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 ലവ്. നമ്മൾ അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, നമ്മളിൽ ഇത് മാത്രമേ കൊടുക്കാനുള്ളൂ. ആർക്കും കൊടുക്കാൻ കിടക്കുന്ന സാധനമാണ് ഈ സാധനം. അത് നിങ്ങൾ കൊടുക്കൂ, ശീലം കൊടുക്കൂ, എല്ലാവർക്കും കൊടുക്കണം. അതായത് കണ്ടീഷൻ ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഏക വസ്തു ഇതാണ്, അല്ലേ? താങ്ക് യു. 12-ാം തീയതി കൂടി ഒരു കോൺടെസ്റ്റ് ഉണ്ട്. അതിലും വിജയിക്കാൻ സാധിക്കട്ടെ. വിജയിക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സാറിന്റെ ക്ലാസ് വളരെ വളരെ ഇതായിട്ട് തന്നെ, സന്തോഷമായിട്ട് തന്നെ. 9 മണി എന്ന് പറഞ്ഞാൽ 9 മണി ആകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. ബാക്കി എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് എനിക്ക് 9 മണിയുടെ ക്ലാസ്സിന് വേണ്ടി മാത്രം ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാവരും ഇതിനോട് യോജിച്ച് നമ്മളൊരു ഫാമിലി ആയിട്ട് പോകണമെന്ന് പറയും. താങ്ക് യു സർ. താങ്ക് യു. ഈ 9 മണി പറഞ്ഞപ്പോഴാണ് എനിക്കും വളരെ വണ്ടർഫുൾ തോന്നിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ എല്ലാ ദിവസവും ഈ സമയത്ത്. എനിക്കിവിടെ 7 മണിക്ക് 7:30 മണിയാണ് കേട്ടോ, 7 മണിയാണ് 9 മണി എന്ന് പറയുമ്പോൾ. 7 മണിക്കൊന്നും എനിക്ക് ഓഫീസിൽ നിന്ന് ഒരിക്കലും ഇറങ്ങാൻ പറ്റിയിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ. പക്ഷെ എനിക്കിപ്പോൾ എല്ലാ തിരക്കുകളും 6 മണിയാകുമ്പോൾ ഒഴിഞ്ഞു പോകുന്നു. സുഖമായി വീട്ടിൽ വരുന്നു, നന്നായി കുളിക്കുന്നു, നന്നായി പ്രാർത്ഥിക്കുന്നു. ഒക്കെ വിളക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കൃത്യമായ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അവിടെ വരുന്നത്. അതൊരു അമേസിങ് ചേഞ്ചസ് ആണ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചതില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും ആൾക്കാർ കാത്തിരിക്കുന്നതിൻ്റെ ഒരു ഗുണം ഇന്നിവിടെ നമുക്കിവിടെ കാണുന്നതല്ലേ. അപ്പൊ നമുക്ക് കാര്യത്തിൽ കിടക്കാം, അല്ലേ? നമ്മൾ ലേറ്റ് ആകണ്ടല്ലോ. വേറെ എന്തെങ്കിലും പറയണ്ട? ആർക്കെങ്കിലും എന്തെങ്കിലും കേട്ടോ? യെസ്, ദാറ്റ്സ് കറക്റ്റ്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ചില ടെക്നിക്കുകളിലേക്ക് പോകാം. ദെൻ കം ഓൺ വൺസ് അഗൈൻ സ്റ്റാർട്ട് നൗ ടൈപ്പിംഗ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലേ, പുതിയ ആൾക്കാർ കണ്ടോ നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നത്? അതാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥിരം പരിപാടി. സാറ് ഒന്നും പറയില്ല, എല്ലാവരും തയ്യാറാകുമ്പോൾ ഒരു സാധനം അങ്ങ് ടൈപ്പ് ചെയ്യും അല്ലേ. ഇനി ഇന്നത്തെ എന്താണ് പോയിന്റ് നോക്കാം. അതിൻ്റെ ഇടയിലിട്ട് എന്താണ് നമ്മൾ പറയാനുള്ള വിഷയം. ഈ അഡ്മിന്മാർ പിടിച്ച ഓരോ സാധനം ഇവിടെ കൊണ്ടുവന്നിടും, ഞാൻ തന്നെ അറിയില്ല ഇത് എന്താന്നുള്ളത്. ഒരു സെക്കൻഡ്. സ്വന്തം ഭാവി തിരുത്തി എഴുതാൻ. അപ്പൊ ഞാൻ പെണ്ണെടുത്ത് വെച്ചത് കറക്റ്റ് ആയല്ലേ. ഇപ്പൊ എന്റെ പെണ്ണിന്റെ ഗുണം ഇവിടെ കണ്ടു, ഞാൻ ഇത് ആലോചിച്ചില്ല, അതിനാണ് പെണ്ണ് വന്നത്. അപ്പൊ ഒരു പേപ്പറും കൂടി ഉണ്ട്, എനിക്കും തിരുത്തി എഴുതണ്ടേ. ഞാനൊരു പുസ്തകം എഴുതട്ടെ, നമുക്ക് എല്ലാവർക്കും തിരുത്തി എഴുതണ്ടേ. എവറിബഡി റെഡി ഫോർ ചേഞ്ചിങ് യുവർ ഫ്യൂച്ചർ? അല്ലെങ്കിൽ നമ്മുടെ ഭാവി മാറ്റി എഴുതാൻ തയ്യാറാണോ? എത്ര പേര് തയ്യാറാണ്? ഞാനും ബുക്ക് എടുത്തിട്ടുണ്ടോ, ഞാൻ മാറ്റി എഴുതാൻ പോവാട്ടോ. എഴുതണോ? സാറ് എഴുതണോ? ഭാവി മാറ്റി അല്ലെങ്കിൽ തിരുത്തി എഴുതാൻ തയ്യാറാണോ? അല്ലെങ്കിൽ അവിടെ ചോദ്യം തിരിച്ചെഴുതാം, ഭാവി തിരുത്തി എഴുതണമോ? യെസ് ഓർ നോ? പറ, എല്ലാവരും വരട്ടെ, എന്നിട്ട് ഞാൻ അടുത്ത പറയാം, അല്ലെങ്കിൽ അത് ശരിയാവില്ല. യെസ്. അപ്പൊ സാറും ഭാവി മാറ്റി എഴുതാൻ അല്ലേ? എന്നാൽ നമുക്കൊരു കാര്യം അറിയിക്കാം. ഭാവി തിരുത്തി എഴുതണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു കാര്യം തീരുമാനിക്കും. എന്താണത്? നമ്മുടെ ഭാവി തിരുത്തി എഴുതാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ ഒരു കാര്യം അവിടെ തീരുമാനിക്കും. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? ഭാവി തിരുത്തി എഴുതാൻ തയ്യാറാകുന്ന ഒരാൾ ആദ്യം സംഭവിക്കുന്നത് ഇപ്പോൾ പ്രസന്റ് കറക്റ്റ് അല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഭാവി ഞാൻ മാറ്റുന്നു, തിരുത്തി എഴുതുന്നു എന്ന് പറയുമ്പോൾ പ്രസന്റ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ മീ. എവരിബഡി അഗ്രി ദാറ്റ് അല്ലേ? എപ്പോഴും ചിന്തകൾ ഇങ്ങനെ പോകണേ. ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ കുന്തമെങ്കിലും കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചന്തവും ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ഒരു കാര്യം കൺഫേം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നിലവിൽ നമ്മൾ അങ്ങനെ അല്ല എന്നാണ്. അപ്പൊ ചേഞ്ച് എന്തായാലും വേണം. ഇപ്പോഴുള്ള ശരിയല്ല എന്നുള്ള തോന്നലുണ്ട് എന്നല്ലേ നമ്മൾ കറക്റ്റ്. പക്ഷേ ഭാവി തിരുത്തി എഴുതുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു വിഷയമുണ്ട്. നമുക്ക് പറയുമ്പോൾ അത് വളരെ രസകരമുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഭാവി എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. ഇത് നോർമലി ഉള്ള ഒരു കോൺസെപ്റ്റ് അല്ല പറയുന്നത്. ചേഞ്ച് യുവർ ഹാബിറ്റ്, ചേഞ്ച് യുവർ വേൾഡ് എന്നൊക്കെ നമ്മൾ സ്ഥിരം പറയും, ദാറ്റ്സ് ഓൾ കറക്റ്റ്. പക്ഷെ ഇവിടെ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഭാവി മാറ്റാൻ തയ്യാറാവുന്ന നമ്മൾ ആദ്യം തീരുമാനിക്കുന്നു നമ്മുടെ പ്രസന്റ് കറക്റ്റ് അല്ല അല്ലേ? സോ വെൻ യു ഹാവ് ദാറ്റ് ബിലീവ്, നിങ്ങൾ ഇപ്പോഴെൻ്റെ പ്രസന്റ് കറക്റ്റ് അല്ല എന്ന് ചിന്തിച്ചാൽ, അങ്ങനെ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ എത്തിയാൽ, ബാക്കി ഞാൻ അതവിടെ നിൽക്കട്ടെ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇനി ഭാവി മാറ്റണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആരുടെയെങ്കിലും ഭാവി നിശ്ചിതമായിരിക്കുമോ? നിശ്ചിതമായ ഭാവി നമുക്കുണ്ടാകുമോ? ഉണ്ടാകുമോ? എന്നാ പിന്നെ എത്ര എളുപ്പമായിരുന്നല്ലേ. എന്നെപ്പോലെ ഏതും ഗുരുവിന്റെ അടുത്ത് വരിക, അല്ലെങ്കിൽ ഏതും ജ്യോതിഷരുടെ അടുത്ത് പോവുക, കവടി നിർത്തുക, ഓം ക്രീം നമശിവായ അല്ലെങ്കിൽ ഇതാക്കുക, എന്നിട്ട് നോക്കുക എന്താണ് ഭാവി. ഇത് ഇങ്ങോട്ട് പോകണം, ഇന്നത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതേ കരത്ത് വരയ്ക്കുക, ഒരു പേപ്പറിലിട്ട് വരയ്ക്കുക, അങ്ങോട്ട് പോവുക. ഈസിയാണ് ജീവിതം അല്ലേ? ഇതെല്ലാം സിസ്റ്റം നമ്മുടെ അടുത്തില്ലേ? ഇപ്പോ ഭാവിയെ ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഒക്കെ പറ്റുമല്ലോ അല്ലേ? അങ്ങനെ ഭാവി നിശ്ചിതമായിരിക്കുമോ? ഇല്ല എന്ന് എല്ലാവർക്കും പറയാം. അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടത്? അതാണ് നമ്മുടെ പോയിന്റ്. അങ്ങനെ അല്ലാതിരിക്കും എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തെ ആകൃതിപ്പെടുത്തുന്നതിന് വളരെ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. റൈറ്റ്? അപ്പോൾ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ പെന്നും പുസ്തകവും എടുത്ത് എഴുതുന്നതാണോ നമ്മുടെ ഭാവി നിശ്ചയിക്കൽ? ആയിരിക്കുമോ? ഇസ് ഇറ്റ്? യെസ് ഓർ നോ പറയൂ. നമ്മളിപ്പോൾ പെന്നും പുസ്തകം എടുത്തതാ, ഞാൻ എൻ്റെ ഭാവി എഴുതുകയാണ്. ഇസ് ഇറ്റ് പോസിബിൾ ഫോർ യു? ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം കിടക്കുന്നത്. നമ്മൾ ഏതൊരു കാര്യത്തിനും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമ്മൾ കറണ്ട് സിറ്റുവേഷനെ അനലൈസ് ചെയ്തിട്ട് മാത്രമേ അടുത്ത സിറ്റുവേഷനിലേക്ക് ജമ്പ് ചെയ്യാവൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്.
ഇപ്പോൾ ഞാൻ സുരക്ഷിതനല്ല എന്ന് പറയുന്ന ഒരാൾ, ആ ചിന്ത അവിടെ ഇല്ല, ഇപ്പോൾ സുരക്ഷിതനല്ല എന്ന് പറയുന്ന അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്തുകൊണ്ട് ഏതൊരു തീരുമാനമെടുത്താലും എന്തായിരിക്കും സംഭവിക്കുക? ലോ ഓഫ് അട്രാക്ഷൻ നിയമം തന്നെ എടുത്തോളൂ. ബോധത്തിലുള്ള ഒരാൾ അതിനെപ്പറ്റി ഒരു തീരുമാനമെടുത്താൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർ പറയൂ, എന്തായിരിക്കും റിസൾട്ട്? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും. നിങ്ങൾ അകം എപ്രകാരമോ പുറം അപ്രകാരം തന്നെ. നിങ്ങൾ അരക്ഷിതാവസ്ഥയിലാണെങ്കിൽ ചിന്തിക്കുന്നത് നിങ്ങൾ സുരക്ഷിതത്തിലേക്ക് പോവാനാണ് നിങ്ങൾക്ക് തോന്നാം. ബട്ട് സിറ്റുവേഷൻ വീണ്ടും പോകുന്നത് അരക്ഷിതാവസ്ഥയിലായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് 3 തരത്തിലെ മനസ്സുണ്ട്. എല്ലാ ഡിസിഷനും എടുക്കുന്ന മനസ്സാണെന്ന് പറയാമല്ലോ. ഞാൻ അതിന്റെ ബാക്കി ഡീപ്പിലേക്ക് പോകുന്ന തൽക്കാലം നമുക്ക് മനസ്സാണ് തീരുമാനം എടുക്കുന്നത് വെക്കാം. സയന്റിഫിക്കലി അങ്ങനെയൊന്നും അല്ല കേട്ടോ, അതിലേക്കൊന്നും പോകണില്ല. തൽക്കാലം അങ്ങനെ പോയാൽ നമുക്ക് ഇതിന് അന്തം കിട്ടില്ല. അപ്പോൾ നമുക്ക് 3 തരത്തിലുള്ള മനസ്സുണ്ട്. ഒന്ന് ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ഉപബോധം നമ്മളുടെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതും ഏത് മനസ്സിലാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് 3 തരത്തിൽ മനസ്സുണ്ട്. മനസ്സൊരു വിസ്മയം, എൻ്റെ പുസ്തകം എടുക്കുക, ഇതിൽ മനസ്സിനെ പറ്റി കൃത്യമായി പറയുന്നുണ്ട്. 3 തരത്തിലെ മനസ്സിനെ പറ്റി പറയുന്നുള്ളൂ. ഇപ്പോൾ കോൺഷ്യസ് മൈൻഡ് അല്ലേ, ഇപ്പോൾ ബോധ മനസ്സിലാണ് നമ്മളുള്ളത്. ബോധ മനസ്സിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ ഉബോധ മനസ്സ് എടുക്കുകയുള്ളൂ. പക്ഷേ ബോധ മനസ്സിൽ എടുക്കുന്ന തീരുമാനവും ഉപബോധ മനസ്സിലുള്ള തീരുമാനങ്ങളും മാച്ച് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തിയത് മാത്രമേ വർക്ക് ആവുകയുള്ളൂ. പണ്ടത് പറഞ്ഞ പോലെ അല്ലേ, ഇത് ആകെ കൂടിയൊരു വേണ്ട, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇത്രയും വലിയ ഇതിലേക്ക് പോകണ്ട. ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കുറെ ഇതാവണ്ടല്ലേ, ഇത് കുറെ അങ്ങോട്ട് പോകും. ഇതെന്താ സാറ് ബോധ മനസ്സെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് ഭാവി നിശ്ചിതം അല്ലെങ്കിൽ സുരക്ഷിതമാക്കണം അല്ലേ, ഇതല്ലേ നമുക്ക് ആവശ്യം, ഭാവിയെ പറ്റി സുരക്ഷ. അപ്പൊ അതിലേക്ക് പോയി നമുക്ക് സിമ്പിളാക്കാം. ഇവിടെ നമ്മളുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഭാവി സുരക്ഷിതമല്ലെങ്കിൽ നിശ്ചിതമാക്കണമെങ്കിൽ, ഭാവി നിർണയിക്കണമെങ്കിൽ നമുക്ക് വേണ്ടതായ ഒരു കാര്യമുണ്ട്. എന്താണ്? നമുക്ക് 2 കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ നമ്മുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാം. എന്താണ് 2 കാര്യങ്ങൾ? 2 കാര്യങ്ങൾ ചെയ്താൽ മതി. വേണോ അതിൽ കൂടുതൽ ചെയ്യണോ? 2 ചെയ്താൽ മതിയോ? 2 കാര്യങ്ങളുടെ പറയുന്നത്, ഒന്നാമത്തെ എഴുതി വെച്ചോളൂ, കൃത്യം എഴുതി വെച്ചോളൂ. വളരെ എളുപ്പമുള്ള കാര്യമാണ്, പക്ഷേ ആർക്കും കൃത്യമായി ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പറയും ഭയങ്കര എളുപ്പമാണ്. ഒന്നാമത്തത് വ്യക്തമായ തീരുമാനങ്ങൾ. വ്യക്തമായ തീരുമാനങ്ങൾ. എത്ര പേർക്ക് പറ്റും? തീരുമാനം കറക്റ്റ് എടുക്കണം സാർ, ഇത് എങ്ങനെ കറക്റ്റ് എടുക്കും? അതല്ലേ വിഷയം അല്ലേ? പറയുമ്പോൾ എളുപ്പമാണ്. രണ്ടാമത്തത് ശരിയായ പ്രവർത്തനങ്ങൾ. ഇത് 2 കറക്റ്റായല്ലോ. എനിത്തിങ് എൽസ് ഡു നീഡ്? ഇത് 2 കാര്യം ചെയ്താൽ നമ്മൾ കറക്റ്റായി. ഞാൻ കുറേ കോംപ്ലക്സിറ്റി ഒന്നും പറയുന്നില്ല കേട്ടോ, ഇത് വളരെ സിമ്പിളാക്കി കൊണ്ട് പറയുകയാണ്. എന്നെക്കാളും എളുപ്പത്തിൽ പറയാൻ പറ്റില്ല. ഭൗതിക തലവും സൂക്ഷ്മതലവും ഒന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് എങ്കിലും ഇതൊന്നും പറയുന്നില്ല, ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോകും. ശരിയായ പ്രവർത്തനവും ശരിയായ പ്രവർത്തനവും. ഞാൻ ഈ മനസ്സൊരു വിസ്മയത്തില് ഒരു അധ്യായം തന്നെ ഇതിന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പേരാണ്? ആ അധ്യായത്തിന്റെ പേര് ചാപ്റ്റർ 7 ജ്ഞാനോദയം എന്ന് പറയുന്ന ഒരു അധ്യായം ഞാൻ ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. അതിൽ ബുദ്ധന്റെ അഷ്ടാംഗ മാർഗങ്ങളെ പറ്റി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ? അതിനപ്പുറത്ത് 4 നോബൽ ട്രൂത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 4 പ്രപഞ്ച സത്യങ്ങൾ. എന്താണ്? അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ശരിയായ പ്രവർത്തനം, ശരിയായ ഉദ്ദേശം, ശരിയായ സംസാരം, ശരിയായ
വീക്ഷണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ 2 കാര്യങ്ങളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ശരിയായ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? നമ്മൾ ശരിയായ ഒരു തീരുമാനമെടുക്കണം. നമുക്ക് എന്തുണ്ടാവണം? നമുക്ക് ബോധപൂർവമായുള്ള ബൈ ഇന്റൻഷൻലി അല്ലെങ്കിൽ ബോധപൂർവമായ അറിവ് സമ്പാദിക്കണം. അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം, ജീവിതത്തെ പറ്റി അറിഞ്ഞിരിക്കണം എന്നായി പറയുന്നത്. ഈ അത് എന്ന് പറയുന്നത് ജീവിതമാണ്. ജീവിതത്തെ പറ്റി അറിയാതെ നമ്മൾ എങ്ങനെ ജീവിതം പാകപ്പെടുത്തും? ഒരു ആൾക്കാർ എന്നോട് ഫേസ് വന്ന് പറയുമ്പോൾ, ഞാൻ ഈ 1-to-1 എടുക്കുമ്പോഴേ ആൾക്കാർ ക്യാമറ ഓൺ ചെയ്തിട്ട് 1 മണിക്കൂറൊക്കെ അവരെ പറ്റി പറഞ്ഞു കളയും. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് 1 മണിക്കൂറും 22 മിനിറ്റും അവരെ പറ്റി മാത്രം പറഞ്ഞു. ഞാൻ മുഴുവൻ കേട്ടിരുന്നു. 1 മിനിറ്റ് ബ്രേക്ക് എടുത്തില്ല. അവസാനം ഞാൻ 1 മണിക്കൂർ 22 മിനിറ്റ് ഞാൻ പറഞ്ഞു, 1 മിനിറ്റ് നിർത്തു, നിങ്ങൾ പോയിട്ട് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പൊ 2 ഗ്ലാസ് വെള്ളം എന്തിനാ? ഞാൻ പറഞ്ഞു 2 ഗ്ലാസ് എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. അതും അവർക്ക് അല്ല, 2 ഗ്ലാസ് എന്തിനാ ഞാൻ എടുക്കുന്നത്? 1 എടുത്താൽ പോലെ, എനിക്കൊന്നല്ലേ വേണ്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് 2 ഗ്ലാസ് എടുത്ത് കൊണ്ടുവരൂ. അങ്ങനെ 2 ഗ്ലാസ് എടുത്തു. ഞാൻ പറഞ്ഞു 1 ഗ്ലാസ് ഒന്ന് കുടിച്ചു. ശരി, ഇനി 1 ഗ്ലാസ് എനിക്ക് വേണ്ടി കുടിക്കൂ. ആ ഓക്കെ, എനിക്ക് സാറിന് വേണ്ടി കുടിക്കും. 2 ഗ്ലാസ് കുടിക്കും. കുടിച്ചു കഴിഞ്ഞു കുറച്ചൊന്ന് സ്വസ്ഥമായി. ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനെല്ലാം പറഞ്ഞു സാറേ. ശരിയായ തീരുമാനമല്ല ഈ പറയുന്നത്, മൊത്തം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞത് ചിന്തകളില്ലാതെ സംസാരിക്കുന്നതിന്റെ വിഷയത്തിലാണ്. സംസാരത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്, ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവരെ പറ്റി അല്ല കേട്ടോ, അത് ഒരു ഹാബിറ്റാണ്. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു സമയത്ത് പറയാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരിയായ തീരുമാനമെടുക്കണം. എന്ത് വേണം നമുക്ക്? ഒരു സാധനം കറക്റ്റായാൽ കറക്റ്റായി തീരുമാനം എടുക്കാൻ പറ്റും. ഒറ്റ സാധനം. ഇവിടെ എല്ലാം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരൊറ്റ സാധനത്തിലാണ് കേട്ടോ. എന്ത് പറയുമ്പോൾ ഇവിടെ അത് അവസാനം കൊണ്ടുവന്ന് അവിടെ എത്തും. അതെന്തായിരിക്കും? ഒരു സാധനം ശരിയായാൽ ശരിയായ തീരുമാനം എടുക്കാൻ പറ്റും. എന്തായിരിക്കും അത്? 2 അക്ഷരങ്ങളേ ഉള്ളൂ. യെസ്, പറഞ്ഞു കഴിഞ്ഞു. ഞാനൊന്നും പറയണ്ട, നിങ്ങളാണ് ഇനി ക്ലാസ് എടുക്കേണ്ടത്. ഇത് ശരിയല്ല കേട്ടോ. ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞ പിന്നെ ഞാൻ എന്താ ഇവിടെ പറയും? ചിന്തകൾ അല്ലേ? ചിന്തകൾ ശരിയായാൽ തീരുമാനം ശരിയാകും. കറക്റ്റ് ആണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ചിന്തകളാണ് എന്നെ വട്ടം കറക്കുന്ന അറിയാമല്ലോ. എൻ്റെ ചിന്തകളാണ് എന്നെ കറക്കുന്ന അറിയാമല്ലോ. ഈ ചിന്തകൾ ആരാ ഉണ്ടാക്കുന്നത്? ഞാൻ തന്നെയാണ് എൻ്റെ ചിന്തകൾ ഉണ്ടാക്കുന്നത്, അല്ലേ? മറ്റൊരാൾ വന്നിട്ട് തരുന്നതാണോ? രഞ്ജിത്ത് സാർ എന്നോട് പോകുന്ന വഴിക്ക്, സാറ് ദിനേശ് സാറ് ഇരിക്കൂ, 1 കിലോ ചിന്ത നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് തരുന്നതാണോ എനിക്ക് ചിന്ത? പണ്ടൊരു ഇന്നസെന്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഗൾഫ് പ്രോഗ്രാം. അതിൽ ഭയങ്കര രസമുള്ള ഒരു പരിപാടി, വേരോടെ മാന്തി പറിച്ചതാണ് ഇക്കഥ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള സംഭവമാണ്. അതിങ്ങനെ ഓർമ്മ അത് വരുന്നത്. ഇത് പോകുന്ന വഴിക്കുന്ന സാറ് 1 കിലോ ചിന്തങ്ങ് പിടിച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് തരും. മറ്റൊരാൾ വിളിച്ച് 1 കിലോ ചിന്തങ്ങ് തരും. ഇങ്ങനെ ചിന്തകൾ ഉണ്ടാക്കുന്നതാണോ ഞാൻ ചെയ്യുന്നത്? അല്ല. നമ്മുടെ ചിന്തകൾ നമ്മുടെ തന്നെ സൃഷ്ടിയാണെങ്കിൽ ആണ്. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്ക് മാത്രമാണല്ലോ. എഗ്രി ഓർ നോട്ട് എഗ്രി? നമ്മളെ ചിന്തകൾ ശരിയാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണോ മറ്റൊരാൾക്കാണോ? ഒന്നാമത്തെ പോയിന്റ് എഗ്രി പറയണം. ഇതെല്ലാം എഴുതി വെച്ചാൽ നിങ്ങൾ എഴുതിക്കോളൂ. എന്റെ ചിന്തകൾ ഉത്തരവാദി ഞാനാണ്. എഴുതി വെച്ചോളൂ. എന്റെ ചിന്തകൾക്ക് ഉത്തരവാദി ഞാനാണ്. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചിന്തകൾ ശരിയായാൽ തീരുമാനങ്ങൾ ശരിയാകുന്നു. ഒന്നാമത്തെ കിട്ടിയല്ലോ. 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ തീരുമാനങ്ങൾ നമ്മൾ ശരിയാക്കാൻ ഒരെണ്ണം ശരിയാക്കിയാൽ മതി. കറക്റ്റായില്ലേ? ക്ലിയർ. ഇതിനേക്കാളും വ്യക്തമായിട്ട് പറയേണ്ടി വേണോ? ഇത്രയും പോരെ എല്ലാവർക്കും? ഞാൻ ഇന്ന് ഇംഗ്ലീഷ് വളരെ ഉപയോഗിക്കുന്ന കുറവാണ് പറഞ്ഞത്. അതും ക്ലിയർ അല്ലേ? എല്ലാം എഗ്രി. അപ്പോൾ ഇന്ന് ചിന്തകളെ ശരിയാക്കുന്നു. 2ാമത്തെ കാര്യം, ചിന്തകൾ ശരിയായാൽ ഭാവി ആരുടെ കയ്യിലായിരിക്കും? നമ്മുടെ ഭാവി ആരുടെ കയ്യിലായിരിക്കും? നമ്മുടെ കയ്യിലായിരിക്കും. ഇനി അടുത്ത് വരുന്ന കാര്യം പ്രവർത്തനങ്ങൾ, അല്ലേ? പ്രവർത്തനങ്ങൾ ശരിയായാൽ മാത്രമല്ലേ നമ്മുടെ ജീവിതം ശരിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന് ഉത്തരവാദി എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത്? ഹൗ വിൽ ടേക്ക് എൻ ആക്ഷൻ? നമ്മളൊരു ആക്ഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ഏതിൽ നിന്നാണ് നമ്മുടെ ആക്ഷൻ ഉണ്ടാകുന്നത്? ഫസ്റ്റ് എവിടെയാണ് നമ്മൾ ആക്ഷന് വേണ്ടി മുള പൊട്ടുന്നത്? എവിടെയാണ്?
നമ്മളൊരു ആക്ഷൻ എടുക്കാൻ പോകുമ്പോൾ ആദ്യം ഒരുത്തന് മുമ്പിൽ കാണുന്ന ഒരുത്തന് ഒറ്റ അടി വെച്ചു കൊടുക്കാൻ തോന്നുന്നു. ആരാണ് അത് തീരുമാനിക്കുന്നത്? എവിടെ ആദ്യം വരുന്നത്? അവന് കാണുമ്പോൾ ഒന്ന് കൊടുക്കാൻ തോന്നി. എങ്ങനെയാ തീരുമാനിക്കുക? യെസ്, അത് തന്നെയാണ്, അവിടെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഏതൊരു തീരുമാന പ്രവർത്തനവും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എവിടെയാണ് മാറുന്നത്? ഇന്നിപ്പോ നേരത്തെ സന്തോഷപൂർവ്വം പറഞ്ഞ കാര്യം അല്ലെ, ഒരാളോട് അയാൾ ശരി നല്ല സുഖം നല്ല ഇതില്ല, അയാളോട് എനിക്ക് ദേഷ്യം ഒഴിവാക്കണമെന്ന് ആദ്യം തീരുമാനിച്ച എവിടെയാണ്? ആദ്യം വന്നത് എവിടെയാണ്? ചിന്തയിൽ വന്ന് അവിടെ നിന്നു, പിന്നെ അങ്ങ് ആക്ഷൻ അങ്ങ് പോയി അല്ലേ? പിന്നെ നമ്മളൊന്നും ആലോചിച്ചില്ല എന്ത് ചെയ്യേണ്ടതെന്ന്. പിന്നെ സ്റ്റെപ്പുകളില്ല. അയാളുമായിട്ടുള്ള പിണക്കം തീർക്കണം, അത്രയും നമ്മൾ ആലോചിച്ചുള്ളൂ. പിന്നെ അടുത്ത പ്രവർത്തനങ്ങളൊന്നുമില്ലല്ലോ, അങ്ങ് പോയതാ. ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? ഒരു പുസ്തകം നോക്കിയിട്ട് വായിച്ച് ആഹാ ഇന്നത്തെ കാര്യം ഇതാണ്, ഇന്നാളോടുള്ള പിണക്കം തീർക്കണം, അതിനുള്ള സ്റ്റെപ്പ് എന്താണ്, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, ഇങ്ങനെ പഠിച്ചിട്ടാ പോയത്? ഇങ്ങനെ പഠിച്ചിട്ട് നമ്മൾ ചെയ്യാറ് ഒന്നുമല്ല. ചായ ഉണ്ടാക്കണം എന്ന് കരുതി കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ചായ ആദ്യം പോയിട്ട് മെനു എടുത്തു കൊണ്ടുവരിക. ഓക്കെ, ചായ എങ്ങനെ ഉണ്ടാക്കും? ആദ്യം വെള്ളം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടില്ലേ, വെള്ളം എടുക്കുക, എന്നിട്ട് ഗ്യാസ് കത്തിക്കുക, അതിൻ്റെ മുകളിൽ വെക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിടരുത്, പഞ്ചസാര എടുത്തിടുക വെള്ളത്തിൽ. ഇങ്ങനെയാണോ നമ്മൾ ചായ ഉണ്ടാക്കുന്നത്? ഒന്നുമല്ല. പ്രവർത്തനങ്ങൾ അത്രയും ക്ലാരിറ്റിയാണ്. നമ്മൾ ജസ്റ്റ് തീരുമാനിച്ചാൽ മാത്രം മതി അല്ലേ? ഇത് എഗ്രി അല്ലേ? നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ പ്രവർത്തിക്കുമല്ലോ, യെസ് അല്ലേ? അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് മാത്രം ചിന്തിച്ചാൽ വേണ്ടത് മാത്രമല്ലേ പ്രവർത്തിക്കൂ? അല്ലേ? ചിന്തിച്ചാൽ അത് പ്രവർത്തിക്കും. നമ്മൾ ചിന്തിച്ചാൽ പ്രവർത്തിക്കും. അങ്ങനെയാണ് നമുക്കത് ബോധമുണ്ട്. 2 കാര്യത്തിൽ നമുക്ക് ബോധമുണ്ട്. പിന്നെ എന്തിനാണ് അപ്പുറത്തെ വീട്ടിലെ കാര്യം കേൾക്കാനും അവിടെ ഇവിടെ പറഞ്ഞ് സംസാരിക്കാനും ഇങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെ എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? എൻ്റെ ജീവിതം അങ്ങനെയാണോ എനിക്ക് വേണ്ടത്? അതല്ലല്ലോ വേണ്ടത്. അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആദ്യം എന്താ അവിടെ പറയുന്നത്, ഇത് കേൾക്കാൻ, ഇതിവിടെ കേട്ടിട്ട് വല്ല കാര്യമുണ്ട് നമുക്ക്? സീരിയലിൽ അവർ കരഞ്ഞാൽ നമ്മളിരുന്നു സീരിയലിൽ കരഞ്ഞു. ഇതല്ലേ നമ്മുടെ അവസ്ഥ? ഇത് വേണോ? അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഞാൻ പറഞ്ഞ പോയിന്റ് അവിടെയാണ്, തിരിച്ചു വരുന്ന പോയിന്റ്, നമുക്ക് വേണ്ടത് എന്താണ് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, ആ തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്കത് വേണ്ടത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭാവി മാറ്റി എഴുതാൻ തീരുമാനിച്ച ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമതായി പോയിന്റ് എഴുതേണ്ടത് എന്താണ്? എൻ്റെ ചിന്തകളെ ഞാൻ മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ റെഡിയല്ലേ? എല്ലാവരും നിങ്ങൾ ചിന്തകൾ മാറ്റാൻ റെഡിയല്ലേ? ഇതല്ലേ നമ്മൾക്ക് വേണ്ടത്? എല്ലാവരും അവരവര് ചിന്തകളെ മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു. അവിടുന്ന് തുടങ്ങിയല്ലോ മാറ്റം. ഇനി ഞാൻ ഇതിനെപ്പറ്റി പറയണോ? ക്ലാസ് മതിയാക്കാമല്ലോ എനിക്ക്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. യെസ്, ഗുഡ് സുഷ്മ, ദാറ്റ് ഈസ് ഇറ്റ്. ഇനി ഞാൻ അതിനപ്പുറം പറയണോ? ഇതൊറ്റ സാധനം നിങ്ങൾ ഡിസൈഡ് ചെയ്ത പിന്നെ ഞാൻ ഇരിക്കണ്ടല്ലോ, എൻ്റെ ആവശ്യമുണ്ടോ? ഇനി ഞാൻ വേണ്ടേ? നിങ്ങൾ സെൽഫായിട്ട് മാറിക്കോളില്ലേ? എവരിബഡി പ്രോമിസ് ദാറ്റ് യു ചേഞ്ച് യുവർ സെൽഫ്. എന്തിനാ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും? പിന്നെ ഞാൻ എന്തിനാ അവിടെ ഇരിക്കണം? ഉണ്ടാവണം. ദാറ്റ്സ് ഗുഡ്. ചേഞ്ച് ഉണ്ടാവണം. ഞാൻ വേണം അല്ലേ? യെസ്. നിങ്ങൾ ചിന്തകൾ മാറി എന്ന് മനസ്സിലാക്കാൻ ഞാൻ വേണം അല്ലേ? മോർ ടോപ്പിക്സ്. സി, ഞാനതും കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ചിന്തകൾ മാറ്റണമെന്ന് ആഗ്രഹമാണോ ഉള്ളത് എന്നതാണ് എനിക്ക് പറയേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ചിന്തകൾ മാറ്റണമെന്ന് ആഗ്രഹമാണോ ഉള്ളത്? യെസ് പറയുമ്പോൾ സൂക്ഷിക്കണം. എവിടെയെങ്കിലും ഞാൻ ഒരു സംഭവം വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ ദിവസവും ക്ലാസ്സിലുള്ളത് റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അല്ലെ നിങ്ങൾ ചിന്തകൾ മാറ്റണമെന്ന് ആഗ്രഹമാണോ നിങ്ങൾക്കുള്ളത്? അല്ല, അതായാൽ വർക്ക് ചെയ്യില്ല കേട്ടോ. യെസ്, ആവശ്യമാണ് ഉണ്ടാവേണ്ടത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ട്, ആഗ്രഹമല്ല നമുക്ക് വേണ്ടത്, ആവശ്യമാണ്. യെസ്, ജയപ്രകാശ് സെഡ് ദാറ്റ് കറക്റ്റ്. മാറ്റൂ, എല്ലാവരും മാറ്റൂ. ആഗ്രഹമല്ല നിങ്ങൾക്ക് വേണ്ടത്. ചിന്തകൾ മാറ്റണമെന്ന് ആഗ്രഹമാണോ? അല്ല, ആവശ്യം, തീരുമാനം, ആവശ്യം.
എങ്കിൽ മാത്രമേ നടക്കുള്ളൂ. എന്താണ് ആവശ്യം? അപ്പോൾ എനിക്ക് ചിന്തകൾ മാറ്റിയാൽ എന്ത് കിട്ടും എന്ന് നമുക്ക് മനസ്സിലാവും. ദീപ്തി, അത്രയൊക്കെ വെയിറ്റ് ഉണ്ടോ നമ്മുടെ തലയിൽ ഇരിക്കുന്നത്? വെയിറ്റ് ഇല്ലാത്ത സാധനമാണ്. അവിടെ ഒട്ടും വെയിറ്റ് ഇല്ല. അവിടെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇത് കുറച്ച് താഴാതിരിക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ ആവശ്യമായി മാറണം നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഭാവി നിശ്ചിതമല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവങ്ങൾ സംഭവിക്കാം. അവ നമ്മുടെ പദ്ധതികളെ മാറ്റുകയും നമ്മുടെ ഭാവിയിലേക്ക് പുതിയ ദിശ നൽകുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് ഞാനിനി അതിൻ്റെ അടുത്ത തലങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് രണ്ട് ക്ലിയറായി. ഇവിടെ കറക്റ്റായി സെറ്റായല്ലോ. നമ്മൾ ചിന്തകൾ മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ തീരുമാനിച്ചു. റെഡി? ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഇനി എങ്ങനെയാണ് നമുക്കിത് സാധ്യമാവുക എന്ന്, എന്തൊക്കെയാണ് ഇതിനകത്ത് വരിക എന്നും കൂടി താക്കാം. ചിന്ത എവിടെ വെച്ചു? ഇനി ഭാവിനെ പറ്റിയാ പറയുന്നത് കേട്ടോ. ചിന്തകൾ മാറ്റി വേറെ ഒന്നും ചെയ്യാനല്ലേ ഞാൻ പറയുന്നത്. ചിന്തകൾ മാറ്റുന്ന എങ്ങനെ എന്നുള്ളതായിരിക്കും വിഷയം അല്ലേ. കത്തി ജ്വലിച്ച് അല്ലെങ്കിൽ 150 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഞ്ചിനെ എങ്ങനെയാ പിടിച്ച് നിർത്തുക ഒരു സുപ്രഭാതത്തിൽ? സാറ് ചിന്തകൾ മാറ്റണം എന്നൊക്കെ സാറ് പറയും. നാളെ രാവിലെ എണീക്കുമ്പോൾ തല ഇങ്ങനെ പൊട്ടുകയാണ്. അങ്ങനെ 10,000 ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്, അവർ വിളിക്കും, അവിടെ ചെയ്യാനുണ്ട്, ഇവിടെ ചെയ്യാനുണ്ട്, കുട്ടികളുടെ കാര്യം നോക്കാൻ 100 കാര്യങ്ങളുണ്ട് നമ്മുടെ തലയിൽ. പിന്നെ എങ്ങനെയാ ചിന്തകളെ കുറക്കാൻ പറ്റുക? അല്ലേ? അങ്ങനെ പറ്റില്ല. അങ്ങനെ ആർക്കും പറ്റുകയാണെങ്കിൽ ലോകം ഇന്ന് എവിടെ എത്തിയേനെ? അങ്ങനെ പറ്റില്ല. അതിനുള്ള ഏകമായ പോംവഴി എന്താണ്? നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ലഘൂകരിക്കാൻ, ശാന്തമാക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോർമുല എന്താണ്? വിജയിച്ച് വന്ന ആളാണ് ഈ പറയുന്നത്. പൊട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിജിമോള് ആദ്യം മെഡിറ്റേഷനിൽ വരുന്ന സമയത്ത്. അപ്പോൾ മെഡിറ്റേഷൻ വളരെ പക്കയായി ചെയ്ത് കാമിലെത്തി. അവിടെ 100 വിഷയങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ആ വന്ന സമയത്തുള്ളതൊക്കെ. പക്ഷെ അതൊന്നും വല്ലാണ്ട് ബാധിക്കുന്നൊന്നുമില്ല. ഏറ്റവും സിമ്പിളായുള്ള ഫോർമുല എന്ന് പറയുന്നത് മെഡിറ്റേഷൻ. ആർക്കും ചെയ്യാം, ഒരാൾക്കും അത് ചെയ്യാതിരിക്കാനില്ല, എല്ലാവർക്കും ചെയ്യാം. മനസ്സിനെ ശാന്തപ്പെടുത്തുക, എന്നിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ചില കാര്യങ്ങൾ കൂടി ഞാനുമായി സംസാരിക്കണം. ഒന്ന് അഡ്മിനോട് സംസാരിച്ച് ടൈം എടുത്തോളൂ. 3 ദിവസത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. 4ാമത്തെ ദിവസം മാത്രമേ ഇനി സമയമുള്ളൂ. ദയവ് ചെയ്ത് എന്നെ ജോലി ചെയ്യാൻ കൂടി അനുവദിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ കഞ്ഞി പൊടി മുട്ടിപ്പോവും. എൻ്റെ ഒരുപാട് ആൾക്കാരവിടെ സമയം ഉണ്ട്, എത്ര ചെയ്യാനുണ്ട്. എൻ്റെ പേര് അത്യാവശ്യമുള്ളവർ മാത്രം, വളരെ അത്യാവശ്യമുള്ള 1.25 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ പറയാനാണെങ്കിൽ ദയവ് ചെയ്ത് ഒഴിവാക്കണം. അത്യാവശ്യമുള്ളവർ മാത്രം ചോദിച്ചാൽ മതി. അപ്പോയിൻമെൻറ്റ് തരും സമയത്തിനനുസരിച്ച്. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 കാര്യങ്ങൾ ഞാൻ പറയാം ഇവിടെ. ഇത് ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും പറയേണ്ടത് ഭാവി നമുക്ക് നിശ്ചിതമല്ല എന്ന് നമ്മൾ അംഗീകരിക്കണം. അതൊരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സംഭവമല്ല, എന്തും സംഭവിക്കാം. ഞാൻ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആർട്ടിക്കിൾ എഴുതിയതാണ് വയനാട് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഒരു ദുരന്തത്തെ പറ്റിയിട്ട്. നമുക്കെല്ലാവർക്കും അറിയാം, അവരെന്തെങ്കിലും രീതിയിൽ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരായിരിക്കണോ അവിടെ സംഭവിച്ചത്? അല്ലെങ്കിൽ അവരെന്തെങ്കിലും രീതിയിൽ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്തവരായിരുന്നോ? ഒന്നുമല്ലല്ലോ. എല്ലാം ഭംഗിയായി നടന്നുകൊണ്ട് പോകുന്ന ഒരു ജനവിഭാഗം മൊത്തത്തിലങ്ങ് പോയി അല്ലേ? എത്ര പ്രകൃതിയുടെ ദാരുണമായ അല്ലെങ്കിൽ ഭീഭത്സമായ ഒരവസ്ഥ. അപ്പോൾ ഭാവി എന്ന് പറയുന്നത് അങ്ങനെയാണ്. പ്രകൃതിയിൽ എന്തും സംഭവിക്കാം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും വേണം. പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് എവിടെയാന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ സംഭവിക്കാം. അക്സെപ്റ്റ് ഇറ്റ്. ഇറ്റ്സ് റിയാലിറ്റിയാണ്. നമുക്ക് ആർക്കും മാറ്റാൻ പറ്റാത്ത റിയാലിറ്റിയാണ്. ദാറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ലോ. പ്രപഞ്ച സത്യമാണ്, നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പദ്ധതികളെ മാറ്റുകയും വീണ്ടും അതിനെ റീഫ്രെയിം ചെയ്യാനും തക്ക സമയത്ത് കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ ഓർക്കൂ. എന്താണ്? നമുക്ക് 2 നല്ല തീരുമാനങ്ങളും
അതിനനുസൃതമായ പ്രവർത്തനം ഉണ്ടായാൽ മതിയല്ലോ. കൃത്യമായ തീരുമാനം, കൃത്യമായ പ്രവർത്തനം ഉണ്ടായാൽ ഏത് സമയത്ത് എന്ത് വന്നാലും ഒഴിക്കാമല്ലോ. പാമ്പിനെ പേടിയാണ്, പക്ഷേ പാമ്പിന് മുന്നിൽ കണ്ടാൽ എന്ത് ചെയ്യും? അവിടെ കണ്ടു നിൽക്കോ? അയ്യോ പാമ്പ് പോകുന്നെന്ന് പറഞ്ഞ് നിൽക്കുമോ? നമ്മൾ ഒരു പാമ്പിന് പേടിയില്ല ഒരാളെന്ന് കരുതിക്കോ, പേടിയില്ലാത്ത ആളാണെന്ന് കരുതിക്കോ, ഓടൊന്നുമില്ല, ആടുന്ന ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും, വേറെ ഒന്നും ആലോചിക്കാനില്ല, സമയമൊന്നുമില്ല പ്രത്യേകിച്ച്. ഇത് എങ്ങനെയാ സംഭവിക്കുന്നത്? ബോഡിയുടെ ആക്ഷനാണ്. ബോഡിയുടെ ആക്ഷൻ സംഭവിക്കുന്നത് ഇത്. അതുപോലെ ഏതൊരു സിറ്റുവേഷൻ വരുമ്പോഴും അവിടെ കിടന്ന് അയ്യോ സംഭവിച്ചു എന്ന് പരിതപിക്കുകയല്ല വേണ്ടത്. അതിനെ കൃത്യമായ തീരുമാനത്തിലൂടെ, വ്യക്തമായ പ്രവർത്തനത്തിലൂടെ ഓവർകം ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ പറ്റിയാൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്നറിയോ? നമ്മൾ കറണ്ട് സ്റ്റേറ്റിൽ ജീവിക്കും, അവിടെ തന്നെ ജീവിക്കും, അല്ലേ? മൈൻഡ്ഫുൾനെസ് ഉണ്ടാവും, സന്തോഷം അനുഭവിക്കും. എപ്പോഴാണ് നമുക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ ഉണ്ടാവുന്നത്? അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അറിയുമ്പോഴാണ്. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൂളായി, ഒരു വിഷയമില്ല. അങ്ങനെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഇപ്പം നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ വിഷയങ്ങളില്ലാതെയാണോ? ഇന്നലെ കിട്ടിയ ഓർഡർ ഇന്ന് രാവിലെ എഴുന്നേറ്റ് മുമ്പ് ക്യാൻസലായി പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ അതിനനുസരിച്ച് ഇതെങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, അങ്ങനെ അല്ലല്ലോ അത് പോകുന്നതെന്ന് വെച്ചാൽ പല ഐഡിയാസും അവിടെ ഇറക്കും. ആ സമയത്തുള്ള ആക്ഷനാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? എവിടെ പറ്റിയാണ് നമ്മൾ പറയുന്നതെന്ന്? നമുക്കൊരു കാര്യം തീരുമാനിക്കുമ്പോൾ, അല്ലെ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ സന്ദർഭത്തിലെത്തുമ്പോൾ അവിടെ വ്യക്തമായ ചിന്ത ഉണ്ടായിരിക്കണം, നല്ല ചിന്തകൾ ഉണ്ടാകണം. ഇതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. എന്താണ്? ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ഇവിടെ നിറച്ചു വെക്കുക. എവിടെയാ? പോക്കറ്റ് നിറയെ. അതാണ് പോക്കറ്റ്. ആര് പോക്കറ്റ്, പാൻറ്റിന്റെ പോക്കറ്റിൽ കൈയിട്ടാലും ഷർട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടാലും കിട്ടുന്ന ഒരു സാധനം അതായിരിക്കണം, വേറെ ഒന്നും കിട്ടരുത്. ബാക്കി എന്ത് കിട്ടുന്നെങ്കിൽ അതങ്ങ് എടുക്കണം. എവിടെ പോക്കറ്റ്? സാറേ ഇതാ പിടിച്ചു, അല്ലേ? എന്ത് നമ്മൾ പറയുമ്പോഴും സാർ ഇത് പിടിച്ചോ എന്ന്. എനിക്ക് ഇതേപോലെ സംഭവമുണ്ട്. വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ്, രണ്ട് പാർട്ടികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. രണ്ട് പാർട്ടികൾ ഹൈലി കോൺഫ്ലിക്റ്റ് ആണ്. ഒരു ബിസിനസിന്റെ കോൺഫ്ലിക്റ്റ് ആണ്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ്. അപ്പൊ എന്നെ വിളിച്ചു, ഞാൻ പോയപ്പോൾ വലിയ വിഷയമാണ്, ഇപ്പൊ തീർക്കാൻ പറ്റില്ല, ഭയങ്കര കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യും, നിങ്ങൾ കേസിന് പോയിക്കോ, എന്തൊക്കെ പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ രണ്ടുപേരും തമ്മിൽ പ്രശ്നമാണ്. സംഭവം അന്വേഷിച്ച് നോക്കുമ്പോൾ സിമ്പിളാണ്, പക്ഷെ രണ്ടുപേരുടെ ഈഗോസ് അവിടെ ആക്കിയത്. ഞാൻ കുറച്ചു നേരം അവിടെ ഉണ്ടാതിരുന്നു. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പറ്റില്ല. ഞാൻ അവർ സിമ്പിളായിട്ട് രണ്ട് കാര്യം പറഞ്ഞു കൊടുത്തു. രണ്ട് കാര്യം നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞതല്ല, അത് ബിസിനസിന്റെ സീക്രട്ടാണ്. രണ്ടുപേരും പറഞ്ഞു. രണ്ടുപേരും പുതിയൊരു കോൺട്രാക്ട് എഴുതി അപ്പം തന്നെ തയ്യാറാക്കി സൈൻ ചെയ്ത് രണ്ടുപേരും വർക്ക് റീസ്റ്റാർട്ട് ചെയ്തു. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു, നൈറ്റ്. രണ്ട് കാര്യം പറഞ്ഞു കൊടുത്തിട്ടു. രണ്ടുപേർക്കും മനസ്സിലായി ഇത് അതുകൊണ്ടുള്ള ഡിഫറൻസ് എന്താണ്. അപ്പോൾ നമ്മൾ അവിടെ ഞാൻ എന്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നല്ല കോൺഷ്യസ് മൈൻഡിലായിരുന്നു. ഇതെന്ത് സംഭവിച്ചാലും എന്നെ സംബന്ധിച്ച് വളരെ കോൺഷ്യസ് ആയിരുന്നു, വളരെ ബോധപൂർവമുള്ള പരിപാടിയായിരുന്നു. നല്ല ശുഭാപ്തി വിശ്വാസം. അവർ വിളിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഞാൻ വന്ന് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഒറ്റ വാക്കേ പറഞ്ഞു, ഞാൻ വന്ന് സോൾവ് ചെയ്യാം. രണ്ടുപേരോടും പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ. ആ ഒരൊറ്റ വാക്കിനകത്ത് ഞാൻ പിടിച്ചു നിന്ന്. എന്താണ്? ഞാൻ സോൾവ് ചെയ്യും എന്നുള്ള ഒറ്റ വാക്ക്. എൻ്റെ ശുഭാപ്തി വിശ്വാസമാണ്. എന്നെ അവർ തല്ലിയാലും ഞാൻ വീണ്ടും പറയും ഞാൻ സോൾവ് ചെയ്യാം. ഇത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഒരു ഐഡിയ വരും. എങ്ങനെയൊന്നും നമുക്ക് മുൻകൂട്ടി പറയാനൊന്നും പറ്റില്ല. ആ സമയത്ത് ആ ശുഭാപ്തി വിശ്വാസം, ആ കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാവണം. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ ഭാവിയിൽ വലിയ സ്വാധീനപ്പെടുത്തും. അതുകൊണ്ട് ആണ് പറയുന്നത്, കടം പോയി വാങ്ങിക്കരുത്, കടം കൊടുക്കരുത്. ഈ തീരുമാനം നമ്മളെല്ലാവരെയും കുഴിയിലെത്തിക്കുന്നതാണല്ലോ. പക്ഷെ എന്ന് വെച്ചാൽ കടം എടുക്കാതെ ജീവിക്കാൻ പറ്റുമോ എന്നല്ല എൻ്റെ അർത്ഥം. കടം വാങ്ങിച്ചവൻ അത് കൊടുക്കാൻ ഉത്തരവാദിയാണെന്ന് അവന് ബോധം വേണം. അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന കടമേ വാങ്ങിക്കാവൂ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആ തീരുമാനം എൻ്റെ ഒരാൾ പറഞ്ഞതുകൊണ്ട് പറയാണ്. അപ്പൊ തീരുമാനങ്ങൾ ഏതെടുക്കുമ്പോഴും അതിൻ്റെ വരായികളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കണം. മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലോ, എനിക്കിത് അറിയുന്നില്ല എങ്കിലോ, അതിനു വേണ്ടി വരുന്ന പോയിന്റാണ് പറയാൻ പോകുന്നത്. നമ്മൾ എല്ലാ ദിവസവും, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഉയർത്താനുള്ള ഈ ബാക്കിൽ കാണുന്ന ഇതുപോലുള്ള സാധനങ്ങളും ഞങ്ങളെപ്പോലുള്ള ഇങ്ങനെ പറയുന്ന ആൾക്കാരുമൊക്കെ
ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് അള്ളിപ്പിടിക്കാൻ പറ്റും. സാറേ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എന്താ ചെയ്യുക? അപ്പം നമ്മളിത് കുറേ കാര്യങ്ങൾ കുറേ ആളെടുത്ത് കണ്ടതുകൊണ്ട് ആ ഇതിനാണ് പറയുന്നത് മെൻറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. അവരുമായി കണക്ഷൻ നിലനിർത്തുക, സന്തോഷത്തോടെ അവരുടെ കൂടെ നിൽക്കുക. അപ്പോൾ അത് ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ആരുമാകാം. ഈ കാര്യത്തിൽ വിവരമുള്ളവരോട് പാത്രം ചോദിക്കണേ. എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ ഉദാഹരണം ഇപ്പോൾ പറയുകയാണ്. എല്ലാവർക്കും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? എല്ലാവർക്കും ബിസിനസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ബിസിനസ്സിനെ പറ്റി ചോദിക്കുന്ന ആരോടാണെന്നറിയോ? ഞാനൊരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. ഫസ്റ്റ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് നല്ലതാവുമോ എന്ന് ചോദിക്കുന്ന ആരോടാണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാം ആരോട് പോയി ചോദിക്കും? നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൽ പറയും. അച്ഛന് ജീവിതത്തിൽ ബിസിനസ് ചെയ്തിട്ട് പരിചയമില്ല, അച്ഛൻ്റെ അഭിപ്രായം ചോദിക്കും. ഓക്കെ, അച്ഛൻ ഒരു അഭിപ്രായം. അമ്മ ബിസിനസ് എന്താന്ന് കണ്ടിട്ടില്ല, അമ്മയുടെ അഭിപ്രായം ചോദിക്കും. അപ്പൊ അമ്മയും അച്ഛനും പറയും, നിനക്കത് ശരിയാവുന്നില്ലടേ, നീ അത് ശരിയാ, നിന്നെ കൊണ്ടത് പറ്റുമോ എന്ന് ആദ്യത്തെ വാക്കങ്ങ് വീഴും. പിന്നെ രണ്ടാമത് ചോദിക്കുന്നത് ഒരു കൂലിക്കും പോവാത്ത സഹോദരനോടോ സഹോദരിയോടായിരിക്കും. അവർ പറയും. അവിടെ തന്നെ നമ്മുടെ 50% പോയി കിട്ടി അല്ലേ? ഇത് സംഭവിക്കുന്നല്ലേ? ഇതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പിന്നെ ചോദിക്കുന്ന അയൽവാസിയോടും ഫ്രണ്ട്സിനോടും. ഒരു ജോലിക്കും പോവാതെ കുറച്ചും കൂടി അഡ്വാൻസ് ആയി പറഞ്ഞ് 2 പുകയൊക്കെ വിട്ട് സാധാരണ ഇരിക്കുന്ന ഫ്രണ്ട്സിനോട്. കറക്റ്റായി, അവിടുത്തെ തീരുമാനമായി. പിന്നെ ആ മൈൻഡ് സെറ്റും വെച്ചുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത്. ഫലം എന്തായിരിക്കും ഞാൻ പറയണ്ടല്ലോ, എവറിബഡി നോസ് ഇറ്റ്. വിജയിച്ച ആളോട് മാത്രമല്ല ചോദിക്കേണ്ടത്, ആ ബിസിനസ് നടത്തി പരാജയപ്പെട്ടവരോട് ആദ്യം ചോദിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? വിജയിച്ചയാൾ ഒരു വഴിയിലൂടെ പോയത് കൊണ്ടായിരിക്കാം വിജയിച്ചത്. അത് നിങ്ങളുടെ വഴിയായിരിക്കണം എന്നില്ല. പരാജയപ്പെട്ടവർ എത്ര വഴിയിലൂടെ പോയാൽ ഇത് പരാജയപ്പെടുമെന്ന് പറയും. ആ വഴി പോവാതിരുന്നാൽ പോരെ? വിജയം സംഭവിക്കുമോ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും പറയും, മോട്ടിവേഷണൽ പറയും, സീ ദിസ് മാൻ ഇസ് ബിഗ് ആൻഡ് ദേ മേഡ് മില്യൺ എല്ലാം പറയും. അവർ മില്യൺസ് സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയൊന്നുമില്ല. എത്ര പ്രാവശ്യം അയാൾ തകർന്നിട്ടായിരിക്കും ഉണ്ടാക്കിയെന്ന് ഒരു കഥയും ആരും വായിക്കുന്നില്ല. അപ്പോൾ ഞാൻ പോയിന്റിലേക്ക് തന്നെ വരാം. ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മളാണ് എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ശരിയായ പ്രവർത്തനം നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾ തെറ്റായിരുന്നു. മാറ്റണം അല്ലേ? അതാണ് നിങ്ങൾ ഇവിടുന്ന് ആദ്യം പറഞ്ഞത്, എനിക്ക് മാറ്റണം അല്ലേ? മാറ്റാൻ റെഡിയാണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞു വന്ന കോൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇനി വളരെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഭാവി തിരുത്തുക എന്ന് പറയുന്നത്, നമ്മുടെ ഭാവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും. ശ്രമം ഉണ്ടാവണം. നമ്മുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും മാറ്റി നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് വളരെ കൃത്യം. ഞാൻ അതിൻ്റെ ഉപോൽപ്പന്നമായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോകാം. എവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ചില മേഖലകളെ പറ്റി ഞാൻ പറഞ്ഞു പോകാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇതിവിടെ പറയേണ്ടതിന് ആവശ്യം ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഈ കാര്യങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പരാജയം അല്ലെങ്കിൽ ശരിയായ തീരുമാനം എടുക്കാൻ പറ്റാത്തത്. നമുക്ക് ശരിയായ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്ത് വേണം? ശരിയായ ചിന്തകൾ വേണമെന്ന് പറഞ്ഞു. ശരിയായ ചിന്തകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ശരിയായ മൈൻഡ് സെറ്റിലാണ് ശരിയായ ചിന്തകൾ ഉണ്ടാകുന്നത്. ശരിയായ മൈൻഡ് സെറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ എന്ത് വേണം? നമ്മളിൽ പോസിറ്റിവിറ്റി വേണം അല്ലെ? പോസിറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം? പോസിറ്റീവ് ഊർജം വേണം. പോസിറ്റീവ് ഊർജം ഉണ്ടായാൽ മാത്രമേ പോസിറ്റിവിറ്റി നമ്മളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ശരിയായ ഊർജം നമ്മളിൽ ഉണ്ടാവണം. ഇതാണ് ഇതിന്റെ കൃത്യമായുള്ള സയന്റിഫിക്കൽ വശം എന്ന് പറയും അല്ലെ? ശരിയായ ഊർജമുണ്ടായാൽ, വ്യക്തമായ ഊർജമുണ്ടായാൽ, കൃത്യമായ ഊർജം നമ്മളിൽ ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്നത് അല്ലേ? ചിന്തകൾ ശരിയാവും, ശരീരം ശരിയാവും, മനസ്സ് ശരിയാവും, മൈൻഡ് ശരിയാവും, പോസിറ്റീവ്. അപ്പോൾ എങ്ങനെയാണ് ശരിയായ ഊർജം നമ്മളിൽ ഉണ്ടാവുന്നത് അല്ലേ? ശരിയായ ഊർജം ഉണ്ടാക്കണമല്ലോ. 5 ഘടകങ്ങൾ നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായ ഒരു
ശരീരം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൂടും, ഒരു സ്ഥലത്ത് കുറയും. ഒരു സ്ഥലത്ത് കൂടുകയും ഒരു സ്ഥലത്തും കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. ഞാൻ പറഞ്ഞ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇത്രയും ശരിയായ ഊർജ്ജം ഉണ്ടായാലല്ലേ ശരിയായ പറ്റുള്ളൂ. ആർ യു അഗ്രി ഓർ നോട്ട് ഗട്ട്? മനസ്സിലാവാത്തവർ പറയൂ. ഇത് പോയ പോക്ക് മനസ്സിലാവാത്തവർ പറഞ്ഞോളൂ എനിക്ക് മനസ്സിലായില്ലെന്ന്. മനസ്സിലായവർ പറയൂ യെസ് എന്ന് പറയും. എനിക്ക് നല്ല ത്രോട്ട് ഒരു എന്താ പറയാ പിടുത്തമുണ്ട്. ശബ്ദം തന്നെ മാറിയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ആറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. റിപ്പീറ്റ് ചെയ്യണം അല്ലേ? നമ്മൾക്ക് ശരിയായ തീരുമാനമെടുക്കണം, ശരിയായ പ്രവർത്തനം വേണം, എങ്കിലാണ് നമ്മുടെ ജീവിതം മാറുക എന്ന് നമ്മൾ പറഞ്ഞു. ശരിയായ പ്രവർത്തനം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ശരിയായ ഊർജം ഉണ്ടാവണം. നമ്മുടെ ചിന്തകൾ പോസിറ്റീവായിരിക്കണം. ചിന്തകൾ പോസിറ്റീവ് ആവണമെങ്കിൽ നമ്മുടെ ഊർജം കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ശരീരത്തിലെ ഊർജം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ, എങ്ങനെയാ ഊർജത്തെ ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ബാലൻസ്ഡ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ സദാ ഊർജ്ജസ്വലനായിരിക്കണം. സദാ ഊർജ്ജസ്വലനാക്കി 24 മണിക്കൂർ ആക്റ്റീവ് ആവണം എന്നല്ല കേട്ടോ. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങി, കിടക്കേണ്ട സമയത്ത് കിടക്കുകയൊക്കെ ചെയ്യുന്നവനാണ് സദാ ഊർജ്ജസ്വലൻ എന്ന് പറയുന്നത്. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ശരിയായ എനർജി ലെവൽ നമുക്ക് ഉണ്ടാക്കണം. കറക്റ്റ്, താങ്ക് യു ഫോർ ദ വേർഡ്. ശരിയായ എനർജി ലെവൽ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 5 കാര്യങ്ങളെ ശരിയാക്കണം നമ്മുടെ ജീവിതത്തിൽ. ഈ 5 കാര്യങ്ങളാണ് ജേർണി ടു ഹാപ്പിനെസ്സിലെ മുഴുവനായിട്ട് പഠിപ്പിക്കുന്നത്. 5 കാര്യങ്ങൾ, 5 pillars ഓഫ് ലൈഫ്. എന്താണ് 5 pillars ഓഫ് ലൈഫ്? അറിയാലോ. ശരിയായ നല്ല ആരോഗ്യം. നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നല്ല ഊർജം ഉണ്ടാവുള്ളൂ. എന്നാൽ നല്ല ഊർജം നമ്മുടെ ശരീരത്തിൽ മാത്രം ആരോഗ്യം ഉണ്ടായാൽ മതിയോ? ശരീരത്തിന് മാത്രം ആരോഗ്യം ഉണ്ടായാൽ മതിയോ? പോരാ. നമ്മുടെ മാനസികമായ ആരോഗ്യം കൂടി ഉണ്ടാവണം. ഇതിൽ 5 പില്ലേഴ്സും അതിൻ്റെ 5 ഉപോൽപ്പന്നങ്ങളായ കാര്യങ്ങളുമാണ് പറയുന്നത് ഞാൻ എപ്പോഴും ജേർണി ടു ഹാപ്പിനെസ്. അപ്പോൾ ഈ ശരിയായ ആരോഗ്യം നമുക്കുണ്ടാവണം, ശരിയായ മാനസികാരോഗ്യം ഉണ്ടാവണം, സാമൂഹിക ആരോഗ്യം ഉണ്ടാവണം, എന്താ പറയുക, ആത്മീയ ആരോഗ്യമാണ്. ഇതെല്ലാം കണക്ട് ചെയ്താണ് കൃത്യമായ ആരോഗ്യം ഉണ്ടാവും. ഇതൊക്കെ വളരെ കൃത്യമായി ജേർണി ടു ഹാപ്പിനെസ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശാരീരികവും മാനസികവുമായ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമ്പൂർണമായ വളർച്ചയുടെ അല്ലെങ്കിൽ സമ്പൂർണമായ വിജയത്തിന്റെ അടിത്തറയാണ്. ആർക്കൊക്കെയാണോ അസുഖങ്ങളുള്ളത്, ആരോഗ്യം എന്ന് പറയുന്നത് അസുഖം ഇല്ലാത്ത അവസ്ഥയല്ല കേട്ടോ. അങ്ങനെ ആരും വിശ്വസിക്കരുത്. അങ്ങനെയല്ല, അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ശാരീരികാവസ്ഥയ്ക്കാണ് ശാരീരിക ആരോഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യം ശരിയായ രീതിയിലുണ്ടായാൽ സമ്പൂർണമായ വിജയം അവിടെ സാധ്യമാകും എന്ന് ഒരു സൈഡ് പറയാം. ഇനി എങ്ങനെയാണ് ശരിയായ ആരോഗ്യം ഉണ്ടാക്കുക? എത്ര പേര് ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നവരുണ്ട് എന്ന് പറയാമോ? എന്ന് പറയാം. എൻ്റെ ശരീര ആരോഗ്യത്തിന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നുണ്ട്. ഫുഡ് അല്ല കേട്ടോ, ഫുഡ് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ശരിയായ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞേക്കല്ലേ. ഫുഡേ അല്ല, ഫുഡിനെ പറ്റി ഞാൻ പറയണേ ഇല്ല. എല്ലാവരും ഉണ്ട്. എനിക്ക് എൻ്റെ ദൈവം, ഞാൻ എത്ര വലിയ ബ്ലെസ്ഡ് മാനാണ്. നോക്ക്, ഇത്രയും നല്ല സ്റ്റുഡൻസ് ആണ് എനിക്കുള്ളത്. എല്ലാവർക്കും ദിവസവും എക്സസൈസ് ചെയ്യുന്നവരാണ്. മെഡിറ്റേഷൻ ആൻഡ് എക്സസൈസ്. മെഡിറ്റേഷൻ ഫോർ മൈൻഡ്, എക്സസൈസ് ഫോർ ബോഡി, അല്ലേ? അപ്പൊ ഞാൻ വളരെ സത്യമായിട്ട് പറയട്ടോ, ഞാൻ ബ്ലെസ്ഡ് മാനാണ്. ഇത്രയും ആൾക്കാരൊക്കെ കൃത്യമായി ഇത് കൃത്യമായി ചെയ്യുന്നവരാണ് ഇതൊക്കെ. എങ്കിൽ ചെയ്യാത്തവരോടായി പറയാം, അല്ലെ? ചെയ്തവരോട് എന്ത് പറയാൻ, എനിക്ക് ചെയ്യുന്നവരോട് സ്വിമ്മിങ്, ധ്യാനം ഒക്കെ ചെയ്യുന്നവരാണ്. വെരി ഗുഡ്, വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യം സംരക്ഷിക്കാൻ എക്സസൈസ് മസ്റ്റാണ്. അത് യോഗയാവാം, എക്സസൈസ് ആവാം, എന്തും ആവാം, സ്വിമ്മിങ് ആവാം. സ്വിമ്മിങ്ങിലൊക്കെ നിങ്ങൾക്ക് ശരീരം മുഴുവൻ അനങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെ, വളരെ കൃത്യമാണ്, ഒക്കെ ആവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ വീണ്ടും പറയുന്നു, എക്സസൈസ് ചെയ്യുന്നവർക്കുള്ള ടെക്നിക്ക് ഞാൻ മുന്നേ ദിവസം പറഞ്ഞുതരാം. അത് കൃത്യമായി. ഇനി പിന്നെ അതിന് സമയമില്ല. ഓക്കെ, റെഡിയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് വേണമല്ലോ. യെസ്, പ്രതിജ്ഞ ചെയ്തതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ് നമുക്ക് വേണ്ടത്? ശരിയായ ആരോഗ്യമുണ്ടായാൽ ശരിയായ സമ്പത്ത് നമുക്കുണ്ടാവണം, അല്ലേ? മണി ഈസ് മാറ്റേഴ്സ്.
ശരിയായ സമ്പത്ത് നമുക്കുണ്ടാവണം. അതിനെപ്പറ്റി നമ്മൾ ഫോക്കസ് ചെയ്യണം. വരുമാനം ഉണ്ടാവണം, ചിലവുണ്ടാവണം, ധനാഗമനം ഉണ്ടാവണം. അല്ലെ? ധനം എന്താണ്? ആഗമനമാണ്. ധനം വന്നും പോയിക്കൊണ്ടിരിക്കണം. വന്ന ധനമൊക്കെ നിങ്ങൾ ഒരു പെട്ടിയിൽ ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ധനവാനാകുമോ? ആകില്ലേ? നിങ്ങൾക്ക് കിട്ടിയ പണം മൊത്തം നിങ്ങൾ ഒരു പെട്ടിയിൽ വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പണക്കാരനാകുമോ? ആകില്ലേ? ആകില്ല. ദീപ്തി വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ ആവും, പൈസ ഒന്നും ആവില്ല. ഇങ്ങനെ പോകും കേട്ടോ. ഞാൻ ഒരാളെ ഇടയ്ക്കിടയ്ക്ക് വെറുതെ നിങ്ങളെ എൻഗേജ് ചെയ്യാൻ ഉറങ്ങിപ്പോരുത് കേട്ടോ. അപ്പോൾ സമ്പത്തിന് പ്രധാനമുണ്ട് ജീവിതത്തിൽ. ഇനി ബാക്കി കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൂന്നാമത്തെ കാര്യം, ബന്ധങ്ങളില്ലാതെ നമുക്ക് സമ്പന്നമായി ജീവിക്കാൻ പറ്റുമോ? നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ശരിയായ ചിന്തകൾ ഉണ്ടാകുമോ? ശരിയായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമോ? ബന്ധങ്ങൾ, ആരുമായിട്ട് ബന്ധമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഇപ്പൊ എന്റെ ഏറ്റവും അടുത്ത കൂട്ടാരാന്നറിയോ? ഇപ്പൊ എനിക്ക് എത്രയാ ബന്ധുക്കൾ ഉള്ളതെന്നറിയോ? എനിക്ക് എത്രയായിരം ബന്ധുക്കളുണ്ടെന്നറിയോ? നിങ്ങളെല്ലാം എൻ്റെ ബന്ധുക്കളാണ്. നിങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ ബന്ധുക്കളാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ, ഇത്രയും വലിയ ബന്ധുക്കളുടെ സമ്പത്തുള്ള ഒരാളാണ് ഞാൻ. അല്ലേ? മണിയേക്കാൾ